ഓശാന കഴിഞ്ഞു, പെസഹാവ്യാഴം കഴിഞ്ഞു, ഇന്നിതാ ദുഃഖവെള്ളി. രാവിലെ തന്നെ റെഡിയായി നേരെ പള്ളിയിലേക്ക് വിട്ടു. അവിടെയാണെങ്കിൽ കല്ലറയുടെ നിർമ്മാണങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈസ്റ്ററിന് കർത്താവിന് ഉയർത്തെഴുന്നേറ്റ് വരാനുള്ള കല്ലറയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കല്ലറ ഞാൻ എന്തായാലും ഈ വീഡിയോ വഴി കാണിക്കുന്നില്ല, അതെന്തായാലും ഞാൻ ഈസ്റ്ററിനുള്ള വ്ളോഗിൽ ഇടാട്ടോ. അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുത്തതിനു ശേഷം നേരെ കഞ്ഞി കുടിക്കാൻ പോയി. നമുക്ക് ഈ ദുഃഖവെള്ളിക്ക് കിട്ടുന്ന കഞ്ഞിക്ക് കുറെ ഫാൻസ് ഉണ്ട്, അതിലൊരാളാണ് ഞാൻ. തിരക്കെല്ലാം കഴിഞ്ഞ് സാവധാനമാണ് നമ്മൾ കഞ്ഞി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം കഞ്ഞിക്കും പയറിനും പകരം കഞ്ഞിയും സോയാബീനും അച്ചാറായിരുന്നു കേട്ടോ. എന്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് കഞ്ഞിയും ചമ്മന്തിയും പയറുപ്പേരിയാണ്. എന്തായാലും വെറൈറ്റിക്ക് ഇതും കൊള്ളാം. കഞ്ഞി കൂടി കഴിഞ്ഞ് 3 മണി ആയപ്പോഴേക്കും നമ്മുടെ തിരുക്കർമ്മങ്ങൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ തിരുസഭയിൽ ആകെ 2 ദിവസങ്ങളിലാണ് കുർബാന അർപ്പിക്കാതിരിക്കാറ്. അതിലൊന്ന് ദുഃഖവെള്ളിയും ദുഃഖശനിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് കുർബാന ഉണ്ടായിരുന്നില്ല. അതിന് പകരമായിട്ട് കുരിശിന്റെ വാഴ്ചയും കുരിശുമുത്തലും എല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ നഗരം ചുറ്റിയുള്ള പ്രദക്ഷിണത്തിന് പോയി. മെയിൻ ആയിട്ടുള്ള വലിയ കുരിശ് ഓരോ സ്റ്റേഷനിലും ഓരോരുത്തരെടുക്കും, അല്ലാത്തവരെല്ലാം ചെറിയ കുരിശ് കയ്യിലെടുത്ത് ഇങ്ങനെ വരും കേട്ടോ. അങ്ങനെ നമ്മുടെ നഗരം ചുറ്റിയിട്ടുള്ള പ്രദക്ഷിണം കഴിയുമ്പോഴേക്കും അവസാനത്തെ സമാപന ആശീർവാദം പള്ളിയുടെ മുമ്പിൽ നിന്ന് അച്ഛൻ തരും. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വെള്ളം കുടിക്കാൻ പോയി. അത്രയും ദൂരം നമ്മൾ നടന്ന് വേർത്ത് വന്നിട്ട് ഈ വെള്ളം കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, നല്ല ചുട്ടുപൊള്ളി കിടക്കുന്ന ഭൂമിയിൽ മഴ പെയ്തോ. പിന്നെ കുരിശ് കടക്കി പറക്കി തിരിച്ചു വെച്ചു.